നമുക്ക് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം 41 മുതൽ 46 വരെയുള്ള വേദഭാഗങ്ങളെക്കുറിച്ച് അല്പനേരം ചിന്തിക്കാം. അപ്പം വായിക്കുന്നുണ്ട്. പരീശന്മാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ യേശു അവരോട്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ എന്ന് ചോദിച്ചു. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവ് എന്ന് വിളിക്കുന്നത് എങ്ങനെ? ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു എന്ന് അവൻ പറയുന്നുവല്ലോ. ദാവീദ് അവനെ കർത്താവ് എന്ന് പറയുന്നുവെങ്കിൽ അവന്റെ പുത്രനാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അവനോട് ഉത്തരം പറയുവാൻ ആർക്കും കഴിഞ്ഞില്ല. അന്ന് മുതൽ ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞതുമില്ല. ശാസ്ത്രിമാര്, പരീശന്മാര്, സദൂക്യര് ഇങ്ങനെയുള്ള വിഭാഗങ്ങളൊക്കെ യേശുവിനെ കുടുക്കുവാനായിട്ട് പല ചോദ്യങ്ങളും ചോദിക്കാറുണ്ടായിരുന്നു. അതിനെല്ലാം കർത്താവ് കൃത്യമായ ഉത്തരം പറയുകയും ചെയ്തു. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കർത്താവ് പരീശന്മാരോട് ചോദ്യം ചോദിക്കുകയാണ്. ഈ ചോദ്യം 110-ാം സങ്കീർത്തനം 1-2 വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ്. കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിനക്ക് പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കാം. അപ്പോൾ ഈ വാക്യം ഉദ്ധരിച്ചുകൊണ്ടാണ് കർത്താവ് ചോദിക്കുന്നത്. 110-ാം സങ്കീർത്തനം വായിച്ചു. യഹോവ എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. നിന്റെ ബലമുള്ള ചെങ്കോൽ യഹോവ സിയോനിൽ നിന്നും നീട്ടും. അപ്പോൾ കർത്താവിൻ്റെ ചോദ്യം, ദാവീദ് എന്നെ കർത്താവെന്ന് വിളിക്കുന്ന, നമ്മളിവിടെ വായിച്ച ഭാഗത്ത് കർത്താവ് അവരോട് ചോദിക്കുന്നത്, ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ? ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. അവൻ ആരുടെ പുത്രൻ എന്നാണ് അവർ പറഞ്ഞ മറുപടി. ഒരു ശരിയായ മറുപടിയാണ്. ദാവീദിന്റെ പുത്രൻ എന്ന് അവർ പറഞ്ഞു. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ വംശാവലി എന്നാണ് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ പറയുന്നത്. അപ്പോൾ അവൻ ദാവീദിന്റെ പുത്രൻ ആണെന്ന് അവർ പറഞ്ഞു. അപ്പോഴാണ് കർത്താവ് ഈ സങ്കീർത്തന ഭാഗം പറയുന്നത്. അവൻ അവരോട്, എന്നാൽ ദാവീദ് ആത്മാവിൽ അവനെ കർത്താവെന്ന് വിളിക്കുന്നതെങ്ങനെ? യേശുക്രിസ്തുവിനെ ദാവീദ് കർത്താവെന്ന് വിളിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദാവീദിന്റെ പുത്രനാകുന്നതെന്നാണ്. ഇത് വളരെ ഒരു കുടുക്ക് ചോദ്യമാണ്. അതിൻ്റെ അടുത്ത വാക്യം കൂടി കർത്താവ് പറയുന്നു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എൻ്റെ വലത്തുഭാഗത്തിരിക്കുക എന്ന് കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്ത് എന്ന് അവൻ പറയുന്നുവല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ശത്രുക്കളെ യേശുക്രിസ്തുവിൻ്റെ കാൽ കീഴാക്കി കൊടുക്കുന്നത് പിതാവായ ദൈവമാണ്. അപ്പോൾ ആ പിതാവായ ദൈവത്തെ ദാവീദ് വിശേഷിപ്പിക്കുന്നത് കർത്താവിൻ്റെ കർത്താവെന്നാണ്. ദാവീദിന്റെ കർത്താവ് യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവിൻ്റെ കർത്താവ് പിതാവായ ദൈവമാണ്. അപ്പോൾ പിതാവായ ദൈവം എൻ്റെ കർത്താവിന് ശത്രുക്കളെ പാദപീഠമാക്കി കൊടുക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
അപ്പോൾ ദാവീദ് അവനെ കർത്താവെന്ന് പറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രൻ ആകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. ഇതിന് ഉത്തരം പറയണമെങ്കിൽ ശാസ്ത്രിമാർക്കോ പരീക്ഷന്മാർക്കോ സദൂക്യർക്കോ പ്രവാചകന്മാർക്കോ പോലും സാധ്യമല്ല, അബ്രഹാമിന് പോലും സാധ്യമല്ല ഇതിന് ഉത്തരം പറയാൻ. ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളെല്ലാം മിക്കവാറും സങ്കീർത്തനങ്ങളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ആത്മാവിനാൽ വെളിപ്പെടുത്തിയിട്ടുള്ള വചനങ്ങളാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ പൂർവ ആസ്തികത്തെക്കുറിച്ച് പൂർണ്ണമായ അറിവില്ലാത്ത ഏതൊരാൾക്കും ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയും. അബ്രഹാമിന് മുമ്പും ദാവീദിനു മുമ്പും ഞാൻ ഉണ്ടായിരുന്നു എന്ന് കർത്താവ് ഒരിക്കൽ യഹൂദ ജനതകൾ കേൾക്കെ സംസാരിച്ചതാണ്. അപ്പോൾ എങ്ങനെയാണ് അവൻ ദാവീദിൻ്റെ പുത്രൻ ആകുന്നത് എന്ന് അപ്പോൾ ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ അവർ പിരിഞ്ഞുപോയി. അപ്പം അന്ന് തൊട്ട് ആരും അവനോട് ഒന്നും ചോദിപ്പാൻ തുനിഞ്ഞില്ല. ഇപ്പോൾ ഇന്നത്തെ ക്രൈസ്തവ മണ്ഡലത്തിലെ ആളുകൾക്ക് ബഹുഭൂരിപക്ഷത്തിനും ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തു തോന്നുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ തക്ക പരിജ്ഞാനമുള്ള ഒരു ക്രൈസ്തവനെയും കണ്ടെത്താൻ സാധിക്കില്ലെന്നുള്ളതാണ്. ചിലർ പറയും അവൻ യഹോവയായ ദൈവമാണ്, മനുഷ്യനായി വന്നതാണെന്നോ. ചിലർ പറയും മനുഷ്യനും ദൈവവും കൂടിച്ചേർന്ന ഒരു ശങ്കരയിനത്തിൽപ്പെട്ട ഒരു ദേവനാണെന്ന് ചിലർ പറയും. ചില കമ്മ്യൂണിസ്റ്റുകാർ പറയും അതൊരു വിപ്ലവകാരിയായിരുന്നു, വലിയ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു. വേറെ ചിലർ പറയും ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നു എന്ന് പറയും. അപ്പോൾ പരീക്ഷന്മാരോട് കർത്താവ് ചോദിച്ചതുപോലെ ഇന്നത്തെ ക്രൈസ്തവ വിഭാഗങ്ങളോടും അല്ലാത്തവരോടും കർത്താവിൻ്റെ ചോദ്യം ഇതാണ്: ക്രിസ്തുവിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അവൻ ആരുടെ പുത്രൻ? യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് സധൈര്യം പറയുവാൻ തൻ്റെ ഇടവും ധൈര്യമുള്ള ഒരു പാസ്റ്ററോ ഒരു പുരോഹിതനോ ഇന്ന് സൂര്യൻ്റെ കീഴെ കണ്ടെത്താൻ പറ്റിയത്. അവൻ തൃത്വദൈവങ്ങളിൽ ഒരു കഷണമാണ്, മിക്കവാറും നടുക്കത്തെ ഭാഗമായിരിക്കും. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇത് മൂന്നും കൂടെ കൂടിച്ചേർന്ന് വെള്ളി ദൈവത്ത് പിടിപ്പിച്ചിരിക്കുക ഒരു ദൈവമാണെന്നാണ് ചിലർ വിചാരിക്കുന്നത്. അപ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് വ്യക്തമായ ഉത്തരം പറയാതെ ഇന്ന് നാമധേയ ക്രൈസ്തവ മാർഗങ്ങൾ ഭക്തിയുടെ വേഷത്തിൽ ഇഴഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ യേശു ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള യഥാർത്ഥ സത്യത്തിലേക്ക് വരാതിരിക്കുന്ന ഒരാൾക്കും ക്രിസ്തു മുഖാന്തരം ദൈവം നൽകിയിരിക്കുന്ന രക്ഷയ്ക്ക് അവകാശികളായി തീരുവാൻ അസാധ്യമാവും എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ യേശുവിനോട് പിന്നെ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ അവർ തയ്യാറായില്ല. അപ്പം നാമധേയ ക്രൈസ്തവ മാർഗങ്ങളുടെ ഈ പടുഘോഷത്തരം ഉപദേശങ്ങൾ കേട്ടുകൊണ്ട് തിരിച്ചൊന്നും ചോദിക്കാതെ ജനങ്ങൾ ഇന്ന് കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ യേശു അബ്രഹാമിൻ്റെയും ദാവീദിൻ്റെയും പുത്രനായിരിക്കെ ക്രിസ്തുവായിരിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമുക്ക് കണ്ടെത്തേണ്ടത്. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് വചനമെന്നാണ് ക്രിസ്തുവിൻ്റെ പേര്. സർവ സൃഷ്ടിക്കും മുമ്പേ ആദ്യജാതനായിരിക്കുന്ന ക്രിസ്തു മനുഷ്യനായി വരുന്നതിന് മുമ്പ് ദൈവത്തിൻ്റെ വചനമായി ലോഗോസ് എന്ന അവസ്ഥയിൽ ആത്മശരീരത്തിൽ പിതാവായ ദൈവത്തിൻ്റെ അടുക്കൽ ഇരുന്നവനായിരുന്നു. അവിടെ നിന്നും മാനവരാശിക്ക് വേണ്ടി പാപപരിഹാരാർത്ഥം
യേശു മനുഷ്യനായി അവതരിച്ചതാണ്. ക്രിസ്തുവിൻ്റെ ബലിമരണത്തിന് ശേഷം, പുനരുത്ഥാന ശേഷം യേശുക്രിസ്തു ആത്മീയ പടിയുടെ ഉയർന്ന പടിയായ അമർത്യപ്രകൃതിയിലേക്ക് മാറ്റപ്പെടുകയും പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ള സത്യം നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും പറഞ്ഞ വിഷയം അവസാനിക്കും.